ഷംഷാദ് തകർത്തല്ലേ നമ്മളുടെ മലബാർ ഗോൾഡിൽ പോയിട്ട് ഒരു ഡയറക്ഷൻ ഇല്ല ഇവിടെ പോണം അത് മാത്രമല്ല എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്തിനാ ഷംഷാദ് ഗോൾഡ് വാങ്ങുമ്പോഴേ എനിക്ക് പെട്ടെന്ന് മാർക്കറ്റാണ് ഓർമ്മയ്ക്ക് വന്നത് നമ്മൾ പച്ചക്കറി മേടിക്കുമല്ലോ അതുപോലെയാണ് ഇത് എത്ര വില ഒരു ഡയറക്ഷൻ ഇല്ലാതെ പിന്നെ ഭയങ്കര ബഡ്ജറ്റ് കോൺഷ്യസ് കൂടെ അല്ലേ അങ്ങനെയല്ല പക്ഷെ ഈ ഫീൽഡ് മാത്രം എനിക്ക് അത്ര വലിയ എക്സ്പീരിയൻസ് ഇല്ലേ സത്യത്തില് പോവും ഫാമിലി ഇപ്പം ഫാദറിലൊക്കെ മോക്ക് വാങ്ങിക്കൊടുക്കാൻ പോകുമ്പോൾ കൂടെ പോവും പക്ഷെ എൻ്റെ ഏടത്തിയമ്മ അവരൊക്കെ കുറച്ചും കൂടെ അതിനെക്കുറിച്ച് അറിയും ഡെയിലി വിലയൊക്കെ നമ്മൾ നോക്കുന്നല്ലാതെ അത്രയ്ക്ക് ഒരു എക്സ്പേർട്ട് അല്ല ഞാൻ ഈ കാര്യത്തിൽ നമുക്ക് കൃഷ്ണകുമാറും പിന്നെ നമ്മളുടെ ഗീതാഞ്ജലിയും അവരോട് ചോദിക്കാം ഓക്കെ ഓക്കെ അപ്പോ രഞ്ജു ചേച്ചി ഷംസാദിനെ ഇങ്ങോട്ട് വിളിക്കുകയാണ് പ്ലീസ്. അപ്പൊ ഷോപ്പ് ഇറ്റ് ഓഫ് ഗോ ഫോർ ഗോൾഡ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ പോയിട്ട് ഗംഭീര ഷോപ്പിംഗ് നടത്തിയല്ലേ? ഗംഭീരം എന്ന് പറയാൻ പറ്റില്ല, ഷോപ്പിംഗ് നടത്തിയെന്ന് പറയാം. ആദ്യം ഞാനും ടെൻഷൻ അടിച്ചു പോയി, എങ്ങോട്ടായി പോകുന്നത് മനസ്സിലാവുന്നില്ല, അങ്ങ് ഓട്ടമാണ് എങ്ങോട്ടൊക്കെയോ അല്ലേ, ഒരു ദിശയില്ലാത്ത ഒരു പോക്കായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരുവിധം മനസ്സിലായി ഇന്നൊക്കെ വാങ്ങിച്ചാൽ ശരിയാവുന്നുള്ള ഒരു ഐഡിയ. ഒരു 3 പവൻ കിട്ടിയ കറക്റ്റ് ആയിരിക്കും എന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അത് മനസ്സിലായത് അല്ലേ 3 പവനിൽ എന്ത് എടുക്കാം ഒരു ഐഡിയ ഇല്ല. ഓക്കെ ഓക്കെ, അപ്പൊ എന്തായാലും ജഡ്ജസിനടുത്ത് ചോദിക്കാം അല്ലേ. അപ്പൊ ആദ്യം കൃഷ്ണമറേട്ടാ എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചാൽ 1 ലക്ഷം രൂപയും മലബാർ ഗോൾഡിൻ്റെ എന്താ ഏക്കർ കണക്ക് കിടക്കുന്ന ഒരു ഷോറൂമും ഇതെല്ലാം കൂടി കൊടുത്തിട്ട് ശാലിനി അവിടെ നിന്ന് 1 ലക്ഷം രൂപ 10 സെക്കൻഡ് അല്ല 10 മിനിറ്റ് പൊക്കോളെന്ന് പറഞ്ഞ് ആ സ്റ്റോപ്പ് വാച്ച് അടിച്ചതും കിളി പോയി. പിന്നെ ഒരു പോക്കാണ് ഈ ആന കരിമ്പിൻതോട്ടത്തിൽ കയറുന്നവർ എങ്ങോട്ട് പോകണം എന്നറിയില്ല, ഒരു പോക്ക് പോവാണ്. കടക്കാർ മുഴുവൻ പേടിച്ചു പോയി. അവരെല്ലാരും കൂടെ ഉള്ള ഒരു സൈഡിലെ സ്വർണ്ണമൊക്കെ എടുത്ത് അപ്പൊ പറഞ്ഞു അയ്യോ ഇത് പോരാ. അപ്പൊ ശാലിനി എടുത്ത് 3 മിനിറ്റ് ആയി നേരെ അവിടെ നിന്ന് ഓടി ഇങ്ങോട്ട് പോവാണ്. ഞാൻ ആലോചിച്ചു ഇനി എങ്ങോട്ടെങ്കിലും ഇടിച്ച് മറിഞ്ഞ് വീഴും. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ പലതിനകത്തും ഇങ്ങനെ ഒരു കുറേ റെസ്ട്രിക്ഷൻസ് വെച്ചിട്ട് ഇങ്ങനെ പോയി സെലക്ട് ചെയ്യാൻ പറയുമ്പോഴത്തേക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ ബേസിക്കലി സ്വർണ്ണത്തിനോട് അത്ര ഇഷ്ടമില്ലെന്നും പറയുന്നു. പക്ഷേ എങ്കിലും അപ്പം ഞാൻ ആലോചിച്ചു കുറച്ചുകൂടി എല്ലാം നന്നായിരുന്നു കേട്ടോ, അത് വളരെ രസകരമായി എൻജോയ് ചെയ്തു. പക്ഷെ അപ്പോഴും ഞാൻ ആലോചിച്ചു എത്രയൊക്കെ ആണെങ്കിലും സ്വർണ്ണം നമുക്ക് ഇഷ്ടമല്ലെങ്കിലും ഒരു മോളുണ്ട്, ഒരു മോനുണ്ട്, ഭർത്താവുണ്ട്. അപ്പം നമുക്കിഷ്ടമല്ലെന്നുണ്ടെങ്കിൽ അവർക്കായിട്ട് വേണമെങ്കിൽ ഒരു 2 പവൻ്റെ ചെയിൻ എടുക്കാം, അര പവൻ്റെ ചെറിയ സ്റ്റഡ് പോലത്തെ കമ്മൽ പോലെ എന്തെങ്കിലും എടുക്കാം, പിന്നെ ബാക്കിയുണ്ടെങ്കിൽ മോതിരവും ഇങ്ങനെയൊക്കെ നോക്കാമെന്ന് വിചാരിച്ചു. അത് ഓരോരുത്തർ ഇഷ്ടമാണ് നമുക്ക് പക്ഷെ അത് അപ്പോഴും ഞാൻ വീണ്ടും കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു. ഗീതാഞ്ജലിയിൽ നിന്ന് വീണ്ടും ഞാൻ കടമെടുക്കുന്നു. ഏത് കാര്യം ചെയ്യുന്നതിന് മുമ്പ് നമുക്കത് ചെയ്യണം. ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ബ്രെയിൻ ഒന്ന് തണുപ്പിച്ചില്ലെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ സാധനം അങ്ങ് പറന്നു പോകും. അപ്പോൾ ഈ പറന്നു പോകാതിരിക്കാൻ 1 സെക്കൻഡ് ഒന്ന് ആലോചിക്കുക, നീട്ടി ബ്രീത്ത് ചെയ്യുക. ഈ പറയുന്ന കുഴപ്പങ്ങളൊക്കെ എനിക്കുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എനിക്ക് ഈ കുഴപ്പം വന്നപ്പോൾ ഇത് പറഞ്ഞ് എന്നിൽ ആ കിളി തിരിച്ചൊന്ന് കൊണ്ടുവന്നു പലരും. അപ്പോൾ ഞാൻ എപ്പോഴും വീണ്ടും അത് പറയുന്നു, അങ്ങനെ ആയിരുന്നെങ്കിൽ ഇതിനേക്കാൾ മെച്ചപ്പെടുത്താമായിരുന്നു. കാരണം നിങ്ങൾ വളരെയധികം കാര്യങ്ങൾ മനോഹരമായി, അതായത് ധാരാളം പ്രയാസങ്ങളുടെ ഇടയിൽ ചിരിച്ചുകൊണ്ട് ചെയ്യുന്നു. നേരത്തെ വീണ്ടും ഗീത പറഞ്ഞ പോലെ ഈ ഷട്ടടയ്ക്കുന്നു മറ്റേന്നൊക്കെ പറഞ്ഞ വലിയ കാര്യമെന്നല്ല, പക്ഷേ സ്ത്രീകൾ പലപ്പോഴും ഇങ്ങനെ ഷട്ടറും മറ്റേത് മുമ്പിൽ വരുമ്പോൾ പുരുഷന്മാർ എന്ന് പറഞ്ഞ് ആണുങ്ങളാണ് പറയുന്നത്. പക്ഷേ നിങ്ങൾക്ക് തന്നെ ചെയ്തേ പറ്റൂ എന്നറിയാം. ഇതെല്ലാം കഴിഞ്ഞും നിങ്ങൾ വളരെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. അപ്പോൾ ഇതൊക്കെ ഉള്ള ഒരു ശക്തമായൊരു സ്ത്രീ ഇതിനേക്കാൾ കുറച്ചുകൂടി ഉചിതമായി വാങ്ങിക്കാമായിരുന്നു എനിക്ക് തോന്നുന്നു. അത്രേ ഉള്ളൂ, അല്ല വേറെ ഒന്നുമല്ല. എങ്കിലും മൊത്തത്തിൽ നന്നായിട്ടുണ്ട്, കാരണം റെസ്ട്രിക്ഷൻസ് കുറേ ഉണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച് ചേട്ടാ. ഷംഷാദ് ഫൈനലി എടുത്ത ആ സെറ്റ് നല്ല ഭംഗിയുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് മിനിറ്റ് വരെ വേറൊരു സെറ്റാണ് കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ചേരുമോ ഷംഷാദിന്, കുറച്ച് ഷോർട്ടായി പോയില്ലേ. പിന്നെ പെട്ടെന്ന് നോക്കിയപ്പോൾ നല്ലൊരു ഭംഗി ചേരും എന്ന് തോന്നുന്ന ഒരു സെറ്റ് തന്നെയാണ് ഫൈനലി ബില്ല് ചെയ്തത്. സോ ദാറ്റ് വാസ് എ ഗുഡ് ചോയ്സ്. പിന്നെ ടൈം മാനേജ്മെൻറ്റ് കുറച്ചുകൂടെ നന്നാകാമായിരുന്നു. ഈ ഒരു 3 മിനിറ്റ് എന്ന് പറഞ്ഞപ്പം ഇനി ബാക്കി 7 മിനിറ്റ് ഉണ്ടല്ലേ, 7 മണിക്കൂറുള്ള പോലെയാണ് സംസാരിച്ചത്. പിന്നെ അത് കഴിഞ്ഞ് 9 മിനിറ്റ് ആയപ്പോൾ അതിലേ കിടന്ന് കറങ്ങി ഞാൻ വിചാരിച്ചു ആ സ്റ്റെപ്പിൽ കൂടെ വീണു പോകും. അപ്പോൾ ഈ ഒരു എക്സാമിനും കുട്ടികൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ലാസ്റ്റ് മിനിറ്റ് വരെ നല്ല ലിഷർലി എഴുതി അവസാനത്തെ 10 മിനിറ്റിൽ വലിയ മാർക്കുള്ള ക്വസ്റ്റ്യന് ഒരു ലൈൻ മാത്രം എഴുതാൻ. അപ്പോൾ നമ്മൾ ടൈം മാനേജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഗുഡ്. താങ്ക് യു മാം.
അപ്പൊ ഇനി മാർക്സ് ചോദിക്കാം അല്ലേ? അപ്പൊ ആദ്യം കൃഷ്ണമാറേട്ടൻ്റെ അടുത്ത് തന്നെ വരാം. ഔട്ട് ഓഫ് 40. 35 out of 40. വെരി നൈസ്, വെരി നൈസ്. സോ കൺഗ്രാറ്റ്സ്. അടുത്ത ഗീതാഞ്ജലി മാം. ഓവറോൾ നന്നായിട്ടാണ് ചെയ്തത്. എനിക്ക് ആ ടൈം മാനേജ്മെന്റിൽ മാത്രമേ ഒരു ചെറിയ പ്രശ്നം കണ്ടുള്ളൂ. എൻ്റെ മാർക്സ് 35. 35 again out of 40. സോ ഇനി രഞ്ജിനി ചേച്ചി എടുത്ത് ചോദിക്കാം. ചേച്ചി പറയണോ? എന്റെ ടെറക്കോട്ട ജ്വല്ലറി എവിടെ? അത് കൊടുത്താലേ ഞാൻ മാർക്സ് പറയാം. എന്തായാലും അത് കൊണ്ടുതരാം. എന്തായാലും കൊണ്ടുതരും. ഓഹോ, ഭക്ഷിച്ചാണല്ലേ? അതെ. ഷംഷാദ് 18. Wow, 18 out of 20. So total marks 88 out of 100. Very good. Very nice. എങ്ങനെ, എന്ത് പറയുന്നു? മാർക്കുകൾ കൂടിയോ കുറഞ്ഞോ എന്ത് തോന്നുന്നു? ഇല്ല, ഞാൻ പ്രതീക്ഷിച്ചതാണ്. പ്രതീക്ഷിച്ചാണ് അല്ലെ? ഇത്രയൊക്കെ ഓടിയെങ്കിലും അല്ലെ? അറിയായിരുന്നു എനിക്ക് മറ്റുള്ള ടാസ്ക് പോലെ അത് നടക്കില്ല എന്ന്. അത് യൂസ് ടു അല്ലാത്തൊരു കാര്യം ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ട്. ഓക്കെ, സോ ഹാപ്പി. ഇപ്പൊ വാല്യുബിൾ ആയിട്ടുള്ള ഒത്തിരി സജഷൻസ് കിട്ടിയിട്ടുണ്ട്. അടുത്ത പ്രാവശ്യം ഇനി ഇംപ്രൂവ് ചെയ്യാൻ. ഓക്കെ, സോ സീ യു സൂൺ. താങ്ക് യു. Malabar Golden Diamonds Grihalakshmi, the best homemaker, powered by Oriental Group of Hotel Management. ഒരു എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുകയാണ്. അനിത റോയും ഷംഷാദുമാണ് ഇന്ന് ഇവിടെ ടാസ്കുകൾ അവതരിപ്പിച്ചത്. നമ്മളെ വിധികർത്താക്കൾ അവർക്ക് മാർക്ക് ഇട്ടതും. ഇനി അടുത്ത ദിവസം മറ്റൊരു എപ്പിസോഡിൽ മറ്റ് 2 കണ്ടസ്റ്റൻസുമായിട്ട് നമ്മൾ വീണ്ടും തിരിച്ചു വരും. Till then, it's me, Anuja Krishnan, signing off. Costume courtesy Krishna Kumar, Nas Lifestyle, Pulimur Junction, Trivandrum. Ranjini and Anuja's jewelry courtesy Malabar Golden Diamonds, Paramangadi, Trivandrum. ഞാനൊരു ടീച്ചറാണ്. ഒരു സ്ത്രീ മീൻസ് മൾട്ടി ടാസ്കർ ആണ്. അതാണ് ഞാൻ ബബിതാല കണ്ടത്. പിന്നെ എനിക്ക് ഒരു മെമ്പർ സ്ഥാനം ഉള്ളതുകൊണ്ട് എനിക്ക് മിക്കവാറും ഞാൻ ബ്ലോക്ക് പഞ്ചായത്തിൽ പോകും. സ്ത്രീകൾ മുന്നേറുന്ന സ്ഥലം, സ്ത്രീകളെ ബഹുമാനിക്കുന്ന സ്ഥലം, സ്ത്രീകൾക്ക് വളർച്ച വരുന്ന സ്ഥലമാണ് ഏറ്റവും കൂടുതൽ വികസിക്കുന്നത്. സ്ത്രീക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ബബിത ചെയ്യുന്നുണ്ടായിരുന്നു. നിങ്ങൾ വരുന്നതൊക്കെ പ്രമാണിച്ചു നല്ലൊരു സദ്യയൊക്കെ ഉണ്ടാക്കി കഴിക്കും. ഇവിടെ ഉള്ള സാധനമല്ല ഇപ്പൊ തീർന്നു. കാരണം ബബിത പറയുന്നുണ്ട്, ഇതെന്താ ഇവിടെ കാണുന്നില്ലല്ലോ, ഈ വീട്ടിലൊന്നും ഇല്ലേ, ഇതാരോടാ ചോദ്യം? ചേച്ചി ചെയ്തുകൊണ്ടിരുന്ന എൻ്റെ ഇടയ്ക്ക് ഞാൻ ജസ്റ്റ് പറയാം, ഇങ്ങനെ ഒരു ജ്യൂസ് ഞങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതും ചേച്ചി ഉണ്ടാക്കിയതാന്ന് പറഞ്ഞിട്ടാണ് ചേച്ചി ഹസ്ബൻഡിന് കൊടുക്കുന്നത്. ഹസ്ബൻഡും മോനും എന്തായാലും സാലഡും തണ്ണിമത്തങ്ങയും കഴിച്ച് വിശപ്പ് മാറിയിട്ടുണ്ടാവില്ല. എല്ലാത്തിലും നിങ്ങളുടെ അഭിപ്രായം കേട്ടിട്ട് വേണം ജഡ്ജസിന് അഭിപ്രായം പറയാനായിട്ട്. ഓറഞ്ച് ജ്യൂസ് ആണെന്ന് തോന്നുന്നു അല്ലേ? ഓറഞ്ച് അടിച്ചേക്കണം. ഔട്ട് ഓഫ് 10. എന്റെ കിളി പോയി. രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് മോനുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, ലഞ്ച് ഉണ്ടാക്കണം. വളരെ സിമ്പിൾ. എപ്പോഴാണ് ഒരു റിലീഫ് ഇതിനകത്ത്? ഈ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇങ്ങനെ ജോലി, ഇതൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ടോ ആക്ച്വലി? ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്തൊരു വ്യക്തിയായിരിക്കും. എനിക്ക് ഭയങ്കര സന്തോഷമായി. ബീന ചേച്ചി വന്ന് ബീന ചേച്ചിയായിട്ട് ആദ്യം ഞാൻ മിങ്കിൾ ചെയ്തപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ബീന ചേച്ചി ഒട്ടും ജാടയില്ല. ഭക്ഷണം കൊടുക്കാതെ വേറൊരു ടെക്നിക്കുണ്ട്. മനസ്സ് സന്തോഷമായി കഴിഞ്ഞാൽ വയറ് നിറഞ്ഞ പോലെ. സ്വയം ഒരു വളരെ കോൺഫിഡൻറ്റും വളരെ പ്രൗഡായിട്ടുള്ള ഒരു സ്ത്രീ ആയിട്ടാണ് എനിക്ക് തോന്നിയത്.